ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിമായുടെ മകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-ാം അധ്യായം 46-ാം വാക്യം. അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഫിഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ബർത്തിമായി എന്ന പേരിന്റെ അർത്ഥം തിമായുടെ മകൻ എന്നാണ്. ബർ എന്നാൽ പുത്രൻ, അതിനാൽ ബർത്തിമായി എന്നതിനാൽ തീമായുടെ മകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. തീമായും ഒരു യാചകൻ ആയിരുന്നിരിക്കണം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവൻ സമ്പന്നനായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും തന്റെ മകനെ യാചിക്കാൻ അനുവദിക്കില്ലായിരുന്നു. തിരുവെഴുത്തുകളിൽ ബർഷബ എന്നൊരു പേരുണ്ട്. ബർഷബ എന്നാൽ സബാസിന്റെ മകൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അവന്റെ യഥാർത്ഥ പേര് യോസഫ് എന്നായിരുന്നു. ഇത് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. തൊലോമിയാവിന്റെ മകൻ എന്നർത്ഥം വരുന്ന ബർത്തിലോമായി എന്ന മറ്റൊരു പേരുമുണ്ട്. ഇത് മത്തായി 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് പ്രോത്സാഹനത്തിന്റെ പുത്രൻ എന്നർത്ഥമുള്ള ബർണമാസ്, ഇത് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു എന്നിങ്ങനെയുള്ള പേരുകളുമുണ്ട്. മന്ത്രവാദിയായ ബർയേഷു അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 6-ാം വാക്യത്തിലും, ബർബാസ് എന്ന് മത്തായി 27-ാം അധ്യായം 16-ാം വാക്യത്തിലും, ബെരക്കിയ എന്ന് മത്തായി സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യത്തിലും, ബെർസില്ലായി എന്ന് 2 ശമൂവേൽ 17-ാം അധ്യായം 27-ാം വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. ഈ പേരുകളെല്ലാം കുട്ടികൾക്ക് പിതാവിന്റെ പേര് അവകാശമാക്കുന്നതായി കാണിക്കുന്നു. തിരുവെഴുത്തനുസരിച്ച് ഇതിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. നാം എല്ലാവരും ആദാമിന്റെ മക്കളാണ്. ആദാമിന്റെ ലംഘനം നിമിത്തം പാപം ലോകത്തിൽ പ്രവേശിക്കുകയും മനുഷ്യരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്തു. ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിയാത്ത അന്ധരായി നാം ആത്മീക അന്ധകാരത്തിൽ തളർന്നുറങ്ങുന്നു. ആദാമിന്റെ പാപങ്ങൾ നമുക്കും ദൈവത്തിനുമിടയിൽ വേർപിരിയൽ സൃഷ്ടിച്ചു. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, സുവിശേഷത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സുകളെ കുരുടാക്കി എന്ന് അവിശ്വാസികളാണ്. ഇത് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതിന്റെ അനന്തരഫലം എന്താണ്? അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം, അവരിലുള്ള അജ്ഞാത നിമിത്തം അവർ തങ്ങളുടെ വിവേകത്തിൽ അന്ധകാരത്തിലായി ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇത് എഫേസ്യർ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പിശാചാൽ അന്ധരായ മനുഷ്യരാശിയുടെ കണ്ണുകൾ തുറക്കാൻ 2-ാം ആദാമായ യേശുക്രിസ്തു ആഗ്രഹിച്ചു. ദൈവത്തിന്റെ വെളിച്ചം തിരികെ കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് നാം ഇനി ഇരുട്ടിൽ നടക്കേണ്ടതില്ല. കർത്താവ് അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു. ബൈബിൾ പറയുന്നു, ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യർക്കും വെളിച്ചം നൽകുന്ന ഒരു യഥാർത്ഥ വെളിച്ചം ഉണ്ടായിരുന്നു എന്ന്. ഇത് യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കണ്ണു തുറന്ന പത്രോസ് അപ്പോസ്തോലൻ വളരെ സന്തോഷത്തോടെ എഴുതുന്നു, എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും അവന്റെ സ്വന്തം ജനവുമാണ്. നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വിളിച്ചവന്റെ സ്തുതികളാൽ നിങ്ങൾ പ്രഘോഷിക്കും അവന്റെ അത്ഭുതകരമായ പ്രകാശം എന്ന്. ഇത് 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ അവന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് മാത്രം വരരുത്. ക്രിസ്തുവിനെ അറിയാതെ ഇപ്പോഴും അന്ധകാരത്തിൽ കഴിയുന്ന മറ്റ് സഹോദരങ്ങളെ അവന്റെ അത്ഭുതകരമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യെശയ്യാവ് 29-ാം അധ്യായം 18-ാം വാക്യം. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 60, 61, 62 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 5-ാം അധ്യായം. ആമേൻ.